ജാസ്മിൻ ജാഫറിനെ ഗബ്രി തേച്ചു എന്ന രീതിയിലുള്ള കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഗൈസ്. അതായത് ജാസ്മിൻ ജാഫറിനെയും ഗബ്രീനെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ജാസ്മിൻ ജാഫർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു സാധാരണ രീതിയിൽ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്ത് വ്ളോഗൊക്കെ ചെയ്ത് അതിൽ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ ആയിട്ട് കയറി വന്ന വ്യക്തിയാണ് ജാസ്മിൻ്റെ. ആ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു പ്രചോദനമായിരുന്നു അല്ലേ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഒരവസ്ഥ. 1 മില്യണൊക്കെ അടിച്ച ആ ഒരു അവസ്ഥയിൽ അവർ യൂട്യൂബ് ചാനൽ 1 മില്യണൊക്കെ അടിച്ച സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഗബ്രിയുടെ അവസ്ഥ എന്താണ്? പിന്നീട് ജാസ്മിൻ ബിഗ് ബോസിലൊക്കെ പോയി. ബിഗ് ബോസിൽ കുറച്ച് വിവാദങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നീട് ബിഗ് ബോസിന് പുറത്ത് വന്നതിന് ശേഷം ഗബ്രിയായിട്ട് കുറേ ട്രിപ്പുകൾ പല രാജ്യങ്ങളിലേക്ക് പോവുക, റഷ്യയിലേക്കോ വേറെ മലേഷ്യയിലേക്കോ ഏതൊക്കെ രാജ്യങ്ങളിലേക്കൊക്കെ പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അത് കുറേ ആൾക്കാർ അവരെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ അവരെ സ്ലട്ട് ഷെയിം ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗബ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രി സിനിമയിലൊക്കെ ചെറിയ രീതിയിൽ മുഖമൊക്കെ കാണിച്ചിട്ട് അതിസുന്ദരനായ ഒരു മനുഷ്യല്ലേ, യേശു ക്രിസ്തുവിൻ്റെ മുഖമുള്ള ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങൾ അവൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. അവൻ എന്താണെന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോട് കമ്മിറ്റഡും അല്ല, എന്നാൽ എല്ലാവരോടും ഫ്രണ്ട്ലി ആണെന്നുള്ള രീതിയിൽ അവൻ്റെ വേറൊരു ലവ് ലാംഗ്വേജ് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൻ ബിഗ് ബോസിൽ വന്നപ്പോൾ കുറേ ആരാധകരും അവന് അല്ലേ. അപ്പോൾ ബിഗ് ബോസിലാണ് ഇവർ കണ്ടുമുട്ടണത്, ആര്, ജാസ്മിൻ ജാഫറും ഗബ്രിയും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ സമയത്ത് ഓഡിഷൻ വന്ന സമയത്ത് നല്ല സുന്ദരനായ ഇവനെ കണ്ടപ്പോൾ ജാസ്മിൻ ജാഫറിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവനോട് അട്രാക്ഷൻ തോന്നി, അങ്ങനെ കമ്പനിയായി, അങ്ങനെ ഒരു സംഭവമാണിത്. അപ്പോൾ അവിടെ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയൊക്കെ ആ ഒരു റിലേഷൻ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്, ആളുകൾ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് നമുക്ക് അറിയുന്നതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ല ആണ് എന്നൊക്കെ രണ്ട് തരത്തിൽ ആളുകൾ ജാസ്മിൻ ഗബ്രി ആ ഒരു ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു കമ്പാനിയൻഷിപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലവർ ഇതൊരു സിറ്റുവേഷൻഷിപ്പ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. എന്താ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് കെട്ടിപ്പടുക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയും. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള ബന്ധം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻ്റ് അതിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയ സമയത്ത് ഇവർ കുറേ ട്രിപ്പുകളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും വിചാരിച്ചു ഇവർ കല്യാണം കഴിക്കും. അങ്ങനെ ചിലവർ 2K കിഡ്സ് പ്രത്യേകിച്ച് പറഞ്ഞെന്താ വെച്ചാൽ ഇത് അവർ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഗബ്രി പറഞ്ഞിട്ടില്ല അത് റിലേഷൻഷിപ്പാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അവനൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് റിലേഷൻഷിപ്പിൽ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അവർ അടിച്ച് പൊളിച്ച് നടക്കട്ടെ എൻ്റെ. ഇപ്പോൾ പലർക്കും അറിയാലോ, പലരും എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ലിവിങ് ടുഗദർ ആ ഒരു രീതിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. അത് ആർക്കും തെറ്റു പറയാനൊന്നും പറ്റൂല. ഒരു പുരോഗമന സമൂഹത്തിൽ ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്യുകയോ ഒരുമിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്നേഹപ്രകടനങ്ങളിൽ മുഴുകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും കുറ്റം പറയാൻ പറ്റൂല. അതിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെ പറയുന്നതിലൊന്നും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും അതിനുശേഷം അവരെന്ത് ചെയ്തു, അങ്ങനെ അവർ ഒരു അങ്ങ് കുറേ യാത്രകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തു എന്നൊരു സംഗതിയാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതെന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മാത്രം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. അതായത് ജാസ്മിനെ ഗബ്രി തേച്ചു എന്ന്, അതെന്താ തിരിച്ചായിക്കോട്ടെ, ഗബ്രീനെ ജാസ്മിൻ തേച്ചു എന്ന് ലെവലായിക്കോട്ടെ. പിന്നെ തേച്ചു എന്ന് എങ്ങനെ മനസ്സിലായത്, അൺഫോളോ ചെയ്താൽ. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ പരസ്പരം ഇപ്പോൾ നമ്മളറിയില്ല, ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് തെറ്റണ സമയത്ത് സൗന്ദര്യപ്പണൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അൺഫോളോ ചെയ്തു എന്നൊക്കെ വരും, ഒന്നും പറയാൻ പറ്റൂല. നമ്മളത് ഇവർ വലിയ സോഷ്യൽ മീഡിയ സ്റ്റാർസ് അല്ലേ എന്നുള്ളത് വിചാരിച്ചിട്ടാവും ചിലപ്പോൾ തേച്ചു അങ്ങനെ കാര്യമായി എന്തോ ഇവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു സാധനമായിരിക്കും ഇങ്ങനെ അൺഫോളോ ചെയ്യണത്. കുറച്ച് ദിവസം ഇനി ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ, കുറച്ചായിട്ട് ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യണമൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കുഞ്ഞാമിന എന്നുള്ള പ്രൊഫൈലിൽ നിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ആൾ ആരാ അത്, അപ്പോൾ നിൻ്റെ തത്ത എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ജാഫർ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഗബ്രീനെ ആർക്കും അങ്ങനെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം ഗബ്രി പറഞ്ഞിട്ടില്ല അതൊരു റിലേഷൻഷിപ്പാണെന്ന്. ജാസ്മിന് ഗബ്രിയോടാണ് ഒരു തരത്തിൽ പറയണമെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ചാടിക്കറി ഹോ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗബ്രി ഒരു സേഫ് മോഡിലാണ്. ഗബ്രിയും അവന് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ, ഫ്രണ്ട്സ് ഉണ്ട്, അത് ഗേൾസായി പോയി എന്ന് മാത്രം. ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ സാനിയ അയ്യപ്പനായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 5 തരത്തിലുള്ള തോന്നണതല്ല 5 തരത്തിലുള്ള ലവ് ലാംഗ്വേജുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേസ്. ചിലവർക്ക് ഗിഫ്റ്റുകൾ കിട്ടണതായിരിക്കും, ചിലവർക്ക് ടച്ചായിരിക്കും, ചിലവർക്ക് അവർ സംസാരിക്കുക, ഇമോഷണൽ കെയർ കിട്ടുക, അങ്ങനെ പല രീതിയിലുള്ള ഇതായിരിക്കും കേസ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ചിലവർക്ക് 2-3 ലവ് ലാംഗ്വേജുകളൊക്കെ, എല്ലാവർക്കും ഈ ലവ് ലാംഗ്വേജുകളൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞ് വരും, അങ്ങനെയാണ്.
അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ വേർഡ്സ് ഓഫ് അഫർമേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇവരെ ആ, നമ്മളോട് സംസാരിക്കുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ കേൾക്കുക, അതൊക്കെ ആയിരിക്കും പലർക്കും ലവ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. ചിലവർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ആയിരിക്കാം. അപ്പോൾ എനിക്കിതിൽ തോന്നിയുള്ള കാര്യം എന്താ വെച്ചാൽ ജാസ്മിനും ഗബ്രിയൽക്ക് അവർക്കൊരു എന്താ ഫിസിക്കലി അവരെ എന്താ പറയുക ഒരു കെയർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ടച്ചിലൂടെ, ഞാൻ വീണ്ടും പറയുന്നത് നെഗറ്റീവായിട്ട് പറയണതല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും എടുക്കരുത്. ഇപ്പം അച്ഛനും മകനും അമ്മയും മകളും അമ്മയും മകനും അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ സുഹൃത്തുക്കൾ ഇവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ ഈ ലവ് ലാംഗ്വേജിൽ വരും. അല്ലാണ്ട് ലവ് എന്ന് പറഞ്ഞാൽ പ്രേമം അങ്ങനെ വിചാരിക്കരുത്, അതല്ല സാധനം. അപ്പോൾ ഇവിടെ ജാസ്മിൻ ഗബ്രി തേച്ചോ ഗബ്രി ജാസ്മിൻ തേച്ചോ എന്ന ഒരു സംഗതി എനിക്കത് അത്ര വാലിഡായിട്ട് തോന്നുന്നില്ല കേസ്. അതായത് അതൊന്നും അത്ര അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല തോന്നുന്നു. ഇനിയിപ്പോൾ അത് അവരുടെ രണ്ട് പേരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ അത് ഒരാളുടെ പക്ഷം പിടിച്ചിട്ട് മറ്റവൻ ദുഷ്ടനാണ് അല്ലെങ്കിൽ അവ അടിപൊളിയാണ് അവൾ ദുഷ്ടത്തിയാണെന്ന് പറയണതിലൊന്നും കാര്യമില്ല. ഒന്നാമത് ഈ ഒരു 2026 ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പം എന്താ വെച്ചാൽ ആളുകൾക്ക് ഇപ്പോൾ മുമ്പത്തെയൊക്കെ ഉള്ള പോലെ ഒരു പ്രായം കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, കുട്ടികൾ, കുടുംബം, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഭവമൊന്നുമല്ല. അത് മോശമൊന്നുമല്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരവർക്ക് അവരുടേതായ രീതിയിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, കുടുംബം നോക്കുക, അവനവൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ പോവുക. പിന്നെ ഒരു സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് കല്യാണം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കല്യാണം കഴിക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഓക്കെ, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരാളോടും സംസാരിക്കുമ്പോൾ, ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒരാളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൺ ഒരാളുടെ കൂടെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അയാളെന്നെ കെട്ടണം എന്ന് അങ്ങനെ വാശി പിടിക്കാനൊന്നും പറ്റൂല. എന്താപ്പത് ജീവിതകാലം മുഴുവൻ ഒരാളോട് ഇഷ്ടമാണെന്ന് തന്നെ വെക്കുക. ഒരാളോട് ഇഷ്ടമാണെന്നുള്ളത് ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ ഉണ്ടാവണം, അയാൾ കൂടെ ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേസ്. അപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പരസ്പരം ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് പോവാൻ പറ്റുന്നിടത്തോളം കാലം അങ്ങനെ പോവുക. അങ്ങനെ അല്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവനവൻ്റെ വഴിക്ക് പോവുക. ഫ്രണ്ട്സായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് കേസ്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ജാസ്മിനെ കുറ്റം പറയാനോ ഗബ്രീനെ കുറ്റം പറയാനോ ആഗ്രഹിക്കുന്നില്ല. പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേ വരും. എപ്പോഴും ഒരേപോലെ ഉണ്ടാവണം എന്നില്ല. മനുഷ്യരുടെ കാര്യമല്ലേ, സാഹചര്യങ്ങളൊക്കെ മാറുന്നുണ്ടായിരിക്കും. എന്തായാലും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ റെയറായ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന, ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണം എന്നില്ല. എന്തായാലും ഗബ്രി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, ജാസ്മിനെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അവർക്കിതൊരു ട്രോമ ആയിട്ടൊന്നും വരാതിരിക്കട്ടെ. അവരവരുടേതായ കരിയറിൽ, അവരുടേതായ സ്വപ്നങ്ങളിൽ, അതുപോലെ നാട്ടുകാർക്ക് കൂടി എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവർക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ ചിലവരൊക്കെ ജാസ്മിനെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടൊക്കെ വീഡിയോസ് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ കാണുമ്പോൾ ഞാൻ എന്തത് ഇങ്ങനെ ചെയ്യണമെന്നൊരു തോന്നി. അതേപോലെ ചിലവർ ഗബ്രീനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് തെറി വിളിച്ചിട്ടു, എനിക്ക് പണ്ടേ തോന്നിയതാണ് ഗബ്രി തേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ കമൻറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഇതെന്താ പേര് ഒരു ഭാഗം മാത്രം പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണത്. എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഗൈസ്.